പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 2026 ഗവൺമെന്റ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പഠന വകുപ്പുകളിലെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷന്റെ ഭാഗമായിട്ട് ഉള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ അഡ്മിഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരമാവധി 15 ഓപ്ഷൻ വരെ കൊടുക്കാവുന്നതാണ്. അപേക്ഷ കൊടുക്കേണ്ട തീയതി ഇന്ന് രാവിലെ ജൂലൈ 24 മുതൽ ജൂലൈ 29 വൈകുന്നേരം 5 മണി വരെയാണ് അതിന് അപേക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് SC ST വിഭാഗങ്ങളിലുള്ള എല്ലാവിധ ഒഴിവുകളും നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ് ഇനി വരാനുള്ളത്. ആ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ് ആരംഭിച്ചിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വ്യൂ വേക്കൻസി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും ഓരോ കോഴ്സിനുമുള്ള സീറ്റ് വേക്കൻസി കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓരോ കോളേജിലും നിങ്ങൾക്ക് BA ഹിസ്റ്ററി ആണ് വേണ്ടതെങ്കിൽ BA ഹിസ്റ്ററി എടുക്കുന്നു. അപ്പോൾ അതിന്റെ വേക്കൻസി ഓരോ കോളേജിലെയും വേക്കൻസി കാണാം. ഇവിടെ ആക്ച്വൽ ആയിട്ട് ഇവിടെ നോക്കുക, KKM ഗവൺമെന്റ് വുമൻസ് കോളേജ് പള്ളിക്കുന്ന് കണ്ണൂർ ആക്ച്വൽ സീറ്റ് ജനറൽ 29 ആണ്, വേക്കന്റ് 4 ആണ്. ഫുൾ ആയിട്ടുണ്ട്. മുസ്ലിം 3 ആണുള്ളത്, 2 സീറ്റ് വേക്കൻ. അങ്ങനെ ഓരോന്നിന്റെ വേക്കന്റ് സീറ്റ് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. വിദ്യാർത്ഥികൾ ഏറ്റവും ഉടനെ തന്നെ ഈ വരുന്ന 29-ാം തീയതിക്കുള്ളിൽ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് സൈൻ ഇൻ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ബട്ടണും ഓപ്പൺ ആണ്. അതിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയണമെന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.